രാജഗിരി ജോസ്ഗിരി റോഡിന്റെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. രാജഗിരി ജോസ്ഗിരി റോഡിന്റെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 2 മാസം മുൻപ് നവീകരണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ച് നവീകരണ പ്രവൃത്തി ആരംഭിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു പണികളും നടന്നില്ല. പൊളിച്ചിട്ട റോഡിൽ കൂടി ഗതാഗതം ദുഷ്കരമായി. ഇരുചക്ര വാഹന യാത്രക്കാർ നിരന്തരം അപകടത്തിൽപ്പെട്ടു. നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചെറുപുഴ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടതോടെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ രാജഗിരിയിൽ യോഗം വിളിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം PWD ഏറ്റെടുത്ത ഒരു വർക്കാണ്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അതിന് പരിമിതികളുണ്ട്. നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. എന്നാൽ പോലും ഞങ്ങൾ ഭരണസമിതി നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആ ഒരു വിഷമവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. വാർഡ് മെമ്പർ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന മുഖങ്ങളെല്ലാം എനിക്ക് പരിചിതങ്ങളാണ്. കാരണം മുകളിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത്. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പയ്യന്നൂർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് ഫോൺ വിളിക്കുകയും അതിനുശേഷം തെളിവിന് വേണ്ടി നമ്മൾ ഫോൺ വിളിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ എന്ന് വിചാരിച്ച് മെയിൽ അയച്ചൊരു കോപ്പിയാണ്. പിന്നീട് ഞങ്ങൾ കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് PWD കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചിരുന്നു. അവർക്ക് അയച്ചതിൻ്റെ കോപ്പിയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWD കോഴിക്കോട് അവിടേക്ക് വിളിച്ചു. പഞ്ചായത്ത് അംഗം ഷൈമ ജിനു തച്ചുകുന്നേൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, പഞ്ചായത്ത് അംഗം വിജി കെ ജോൺ, ബിനോയ് മുതുകാട്ടിൽ, ജോസ് തച്ചുകുന്നേൽ, ബിനോ തോമസ്, ബിജു വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. 13/7/2025 ഇവർക്കിത് പ്രവൃത്തി തുടങ്ങാൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അത് പൂർത്തിയാക്കാനുള്ള അനുമതിയുടെ സമയം എന്ന് പറഞ്ഞാൽ 12/3/2026. അതായത് ഇവർക്ക് ഈ കക്കാടൻ റോഡ് ടാറിങ്ങിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കേണ്ട സമയം ഇപ്പോൾ 1 മാസം 1.5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അതിൻ്റെ ഒരു തുടർ നടപടി എന്നതിൽ യാതൊരു പ്രവൃത്തി ഇവിടെ നടന്നിട്ടില്ല. മുഖ്യമായിരുന്ന റോഡ് അത് മാന്തി പൊളിച്ച് ഈ നാട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു ആ ഒരു കക്കാടം റോഡ് ടാറിങ്ങിനെ വരവേറ്റത്. ഒരുപാട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നു. MLA അടക്കമുള്ളവർ അന്ന് വലിയ ആഘോഷപൂർവ്വമാണ് അന്ന് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയിരുന്നത്. ഇത്തരം വിഷയത്തിന് എങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ, അതാണ് നമുക്കറിയേണ്ടത്. അല്ലാട്ടിപ്പം കരാറുകാരനെ കരാറിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ കരാറുകാരനെതിരെ എന്തെങ്കിലും നടപടി എടുത്തത് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേപോലെ മറ്റൊരു ടെൻഡർ ചെയ്ത് പുതിയൊരു കരാറുകാരനെ കണ്ടെത്തുന്ന പ്രക്രിയ 2-3 മാസം എടുത്ത് 6 മാസം കൊണ്ടുണ്ടായാൽ പോലും നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമ ജിനു തച്ചുകുന്നേൽ, വിജി കെ ജോൺ ചെയർമാൻമാർ, MS സിസിലി കൺവീനർ, സന്തോഷ് പടിയാനിക്കൽ ജോയിൻറ്റ് കൺവീനർ എന്നിവരടങ്ങിയ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ചു. രാജഗിരി ക്വാറിയിൽ നിന്നും നിരന്തരം ടോറസ് ലോറികൾ കടന്നുപോകുന്നതാണ് റോഡിൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.